തങ്ങളുടെ ഒളിവ് സൃഷ്ടിച്ചതിനെക്കുറിച്ച് മുജാഹിദും സുന്നികളും തമ്മിൽ തർക്കിക്കുന്ന ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നി. എന്താണ് അതിൻ്റെ വിഷയം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവ് സൃഷ്ടിച്ചത് ആദ്യത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടി അതാണെന്ന് പറയുന്ന ഒരു വീക്ഷണം സൂഫികളുടെ ഇടയിലുണ്ട്. ഇസ്ലാമിലെ തസവൂഫിൻ്റെ വിജ്ഞാനങ്ങൾ വിശദീകരിക്കുന്ന അതിലൂന്നിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് സൂഫികൾ. അതല്ലാതെ മറ്റു അർത്ഥത്തിലുള്ള സൂഫികൾ ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഉദ്ദേശമല്ല. അപ്പോൾ തസവൂഫിൽ ഊന്നി ചിന്തിക്കുന്ന ഉലമാക്കൾ അവരുടെ വിശദീകരണങ്ങളിൽ ഇങ്ങനൊരു സംഗതിയുണ്ട്. അത് അഖീദയുടെ ഭാഗമൊന്നുമല്ല, ഹക്കായിക്കിൻ്റെ ഭാഗമാണ്. ആ ഹക്കായിക്ക് എന്നാണ് ആ വിഷയത്തെ പറയുക. എന്നാൽ ഹദീസിലൂന്നി സംസാരിക്കുന്ന ഉലമാക്കൾ ഇത് അംഗീകരിക്കുകയില്ല. കാരണം ഈ വിഷയത്തിൽ അവർക്ക് സ്വഹീഹായ ഹദീസ് കിട്ടിയിട്ടില്ല. ഇതാണ് സത്യം. ഇവരുടെ വീക്ഷണം ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല സൂഫികൾ ഇത് സ്ഥാപിക്കുന്നത്. നേർക്കുനേരെ അതിൽ ഹദീസ് ഉണ്ടായതുകൊണ്ടല്ല. മറുഭാഗം ഹദീസിനെ നേർക്കുനേരെ എടുത്തിട്ട് അതിലുള്ളതിനെ അംഗീകരിക്കുന്ന സമീപന രീതി ആയതുകൊണ്ട് അവർ അത് ഹദീസില്ലാത്തത് കൊണ്ട് അങ്ങനൊരു വീക്ഷണത്തെ അവർ എതിർക്കുന്നു. ഇതാണ് സത്യസന്ധമായി ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തുള്ളത്. പക്ഷേ ഇവിടെ മുജാഹിദും സുന്നിയും തമ്മിൽ തല്ലായപ്പോൾ അവർ തർക്കിച്ചപ്പോൾ ഇത് സമസ്ത ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്നാണ് മുജാഹിദിൻ്റെ വാദം. സമസ്തക്കാർക്കാണെങ്കിലോ അല്ലെങ്കിൽ സുന്നി പക്ഷത്തുള്ള ആളുകൾക്കാണെങ്കിലോ ഈ ഹദീസ് ലൈഫാണെന്ന് പറയാൻ മടിയാണ്. ഹദീസിൻ്റെ ഉലമാക്കൾ അതിനെ സ്വഹീഹിൻ്റെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല, അത് ലൈഫിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അത് സ്വഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് സൂഫികൾ അതിനെ എടുത്ത് മദ്ഹാക്കി ഉദ്ധരിച്ചതുമല്ല. അതിന് അവർക്ക് അവരുടേതായ ന്യായ പ്രമാണങ്ങൾ വേറെയുണ്ട്. അത് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതുമല്ല. അങ്ങനെ കുറച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ കണ്ടത് പ്രചരിപ്പിക്കുന്ന ആളുകളൊന്നും തസൗഫിൻ്റെ ഇമാമിങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വൈജ്ഞാനികമായി അങ്ങനെ അവതരിപ്പിക്കപ്പെടുകയുമില്ല. അതൊക്കെ ഏതെങ്കിലും നമ്മുടെ ഇടയിലുള്ള ആളുകൾ അവരുടെ വൈജ്ഞാനികമായ നിലവാരക്കുറവ് കൊണ്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സമീപന രീതിയാണ് ആദ്യം മാറ്റേണ്ടത്. സത്യസന്ധമായിട്ട് വിഷയങ്ങളെ സമീപിക്കാനും അത് ജനങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്യാനും